അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം നിറയുന്ന അവസ്ഥ ഉണ്ടാവണം. വിഷമങ്ങൾ ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും ഒക്കെ പടച്ചവൻ തന്നതാണ്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നബിയെ അങ്ങ് പറയുക, തീർച്ചയായും നമുക്ക് ബാധിക്കുകയില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തൊന്ന് നമുക്ക് രേഖപ്പെടുത്തിയോ അതല്ലാതെ മറ്റൊന്നും നമുക്ക് വരികയില്ല. പടച്ചവൻ തീരുമാനിച്ചത് മാത്രമേ വരുവുള്ളൂ മക്കളെ, പടച്ചവൻ തീരുമാനിച്ചത് മാത്രമേ വരുവുള്ളൂ. പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, ഈ ആയത്ത് എനിക്ക് എന്റെ ജയിൽ ജീവിതത്തിൽ നൽകിയ സന്തോഷവും സമാധാനവും എത്രയാണെന്നറിയുമോ? വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്ന വിവരങ്ങളാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കൊച്ചിയിലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു അബ്ദുൽ നാസർ മദനി. വൃക്കരോഗമാണ്, അതുമായി ബന്ധപ്പെട്ട ഡയാലിസിസിന് ഉൾപ്പെടെ അദ്ദേഹം വിധേയമാകുന്നുണ്ട്. ഇടയിലാണ് ഇന്ന് രാവിലെ ശ്വാസ തടസ്സം അനുഭവപ്പെട്ടത്. വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്കും പിന്നാലെ വെന്റിലേറ്ററിലേക്കും മാറ്റുകയായിരുന്നു. ഏതായാലും ഇനി മെഡിക്കൽ ബുള്ളറ്റിൻ ഉച്ചയോടെ വരും. എന്നാലേ പിന്നീടുള്ള ആരോഗ്യസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതി തുടരുന്നത്. ഏതായാലും മാസങ്ങളായി തുടരുന്ന ആരോഗ്യ പ്രശ്നമാണ്. ജയിലിലും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ജാമ്യം ലഭിക്കുന്നു. പിന്നീട് കർണാടകയിൽ നിന്നും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട PDPയുടെ നേതാവ് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മദനി ഉസ്താദിൻ്റെ അസുഖം കൂടുകയാണ് ഉള്ളത്. വളരെ വിഷമമാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്തത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി, മുസ്ലിമിനും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിച്ചതാണ്, തെറ്റിനെ ചൂണ്ടിക്കാണിച്ചതാണ്. അദ്ദേഹത്തിനെ ശിക്ഷിക്കാനുള്ള കാരണം ഇപ്പോൾ നോക്കൂ, ശിക്ഷിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് അസുഖങ്ങളാണ് അദ്ദേഹത്തിന് പിടിപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇത്ര വർഷങ്ങളായിട്ടും ആരും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നത് വളരെ ഒരു ഖേദകരമായ സംഗതിയാണ്. വിഷയമെന്നാൽ ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് ആരും ശ്രമിക്കാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, നമുക്ക് ഇപ്പോൾ ഉള്ളത് ഒറ്റ ഒരു വഴിയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എല്ലാവരും ദുആ ചെയ്യേണ്ടതാണ്. ബഹുമാനപ്പെട്ടവരെ ഞാൻ വളരെ അടുത്തായി കണ്ടവനാണ്, അടുത്തു നിന്ന് കണ്ടവനാണ്, ഇത്ര ദൂരത്തു നിന്ന് കണ്ടവനാണ്. അദ്ദേഹം PDPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഉള്ളാളം വന്നിന്, കർണാടകയുടെ ഉള്ളാളം സയ്യദ് മദനി ദർഗ ഉള്ള ആ പരിസരത്തുള്ള അവിടുത്തെ ഒരു MLA സീറ്റിന് വേണ്ടി അവിടെ മത്സരിക്കാൻ എൻ്റെ ജ്യേഷ്ഠനാണ് PDPയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി ആയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വളരെ അടുത്ത് അറിയുന്നവനുമാണ് അദ്ദേഹത്തെ. എന്ത് ചെയ്യാനാ, എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ്. എങ്കിലും നമ്മൾ എല്ലാ സമയത്തും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറിക്കിട്ടട്ടെ. അതുപോലെ നല്ല ആരോഗ്യമുള്ള ആയുസ്സും അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കട്ടെ എന്നാണ് നമ്മൾ എല്ലാ സമയത്തും പ്രാർത്ഥിക്കേണ്ടത്. അദ്ദേഹം ശബ്ദിച്ചത് നമ്മൾക്ക് വേണ്ടിയാണ്, മുസ്ലിമീങ്ങൾക്കും അതുപോലെ പട്ടികജാതി പട്ടികവർഗത്തിലുള്ള താഴെ വിഭാഗത്തിലുള്ള പാവങ്ങൾക്ക് വേണ്ടിയാണ് ശബ്ദിച്ചത്. കൂടാതെ അദ്ദേഹം അയോധ്യയുടെ നമ്മുടെ ബാബറി പള്ളിക്ക് അതിനെ സംബന്ധിച്ചും വളരെ ശബ്ദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കടമ എന്താണ്? വേറെ ഒന്നും നമ്മളെ കൊണ്ട് കഴിയുകയില്ല. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എല്ലാ സമയത്തും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുക. എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.